നമസ്കാരം, ഞാൻ പൂജ വിജയൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസിലേക്ക് സ്വാഗതം. പവർഡ് ബൈ ARMC. ഇളവിന്റെ കനിവിൽ തർക്കം വഴിമുടക്കിയ CPIയിൽ തിരഞ്ഞെടുപ്പിന് പടയൊരുക്കം. 2 ടേം പൂർത്തിയാക്കിയ 6 MLAമാർക്ക് ഇളവ് നൽകി പാർട്ടി എക്സിക്യൂട്ടീവ് കൌൺസിൽ. C. ദിവാകരൻ നെടുമങ്ങാട്ട് മത്സരിച്ചേക്കും. വൈക്കം MLA K. അജിത്തിന് ഇളവില്ല. ചിറയൻകീഴ് V. ശശിയും ചടയമംഗലത്ത് മുല്ലക്കരയും പുനലൂരിൽ K. രാജുവും മത്സരിക്കും. തൃശൂരിൽ VS സുനിൽകുമാർ. സ്ഥാനാർത്ഥി പട്ടികയിൽ വനിതകൾക്കും അധിക പ്രാതിനിധ്യം. പറവൂർ, നാട്ടിക, വൈക്കം, പീരുമേട് മണ്ഡലങ്ങളിൽ വനിതാ സ്ഥാനാർത്ഥികൾ. പ്ലേറ്റ് മാറ്റി PC. ഇടതുമുന്നണി പൂഞ്ഞാറിൽ പിന്തുണ നിഷേധിച്ചതോടെ വിമർശനമുഖം പുറത്തെടുത്ത് PC ജോർജ്. LDF സീറ്റ് നിർണയിച്ചത് കാശു വാങ്ങിയെന്ന് ആരോപണം. ചാക്ക് രാധാകൃഷ്ണനും ഫാരിസ് അബൂബക്കർമാരും സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കുന്ന സ്ഥിതിവിശേഷമെന്നും ആക്ഷേപം. CPM തന്നോട് കാണിച്ചത് ചതിയും നെറുകേടും. സീറ്റ് നിഷേധിച്ചെങ്കിലും ത്രിതല പഞ്ചായത്തുകളിൽ സഹകരണം തുടരുമെന്നും പ്രഖ്യാപനം. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ ജോർജിനെ പിന്തുണയ്ക്കേണ്ടതില്ലെന്ന തീരുമാനമുണ്ടായത് ഇന്നലെ ചേർന്ന ഇടതുമുന്നണി യോഗത്തിൽ. കലഹം തീർക്കാൻ കമാൻഡ്. വിട്ടുവീഴ്ചയ്ക്ക് വഴങ്ങാത്ത കോൺഗ്രസിനോട് കലഹിച്ച് UDF ഘടകകക്ഷികൾ. തീർപ്പാകാത്ത തർക്കങ്ങളിൽ ഇനി ചർച്ച 2 ദിവസം കഴിഞ്ഞ്. KPCCയുടെ ജംബോ സ്ഥാനാർത്ഥി ലിസ്റ്റിൽ ഇന്ന് കേന്ദ്ര സ്ക്രീനിംഗ് കമ്മിറ്റിയുടെ പരിശോധന. മുഖ്യനും രമേശും സുധീരനും ഡൽഹിയിൽ. സ്ഥാനാർത്ഥി നിർണയത്തിൽ പൊതുമാനദണ്ഡം വേണ്ടെന്ന് കോൺഗ്രസിൽ ധാരണ. ടിക്കറ്റ് നൽകേണ്ടത് ജയസാധ്യത നോക്കി. തർക്കമുള്ള സീറ്റുകളിൽ പൊതുപാനൽ. അന്തിമ പട്ടിക വെള്ളിയാഴ്ച സോണിയുടെ അധ്യക്ഷതയിൽ ചേരുന്ന കേന്ദ്ര തിരഞ്ഞെടുപ്പ് സമിതി. കഴിഞ്ഞ തവണ മത്സരിച്ച 15-നു പുറമെ 2 സീറ്റ് അധികം ചോദിച്ച മാണിയോട് മനസ്സിലിവ് വേണ്ടെന്ന് കോൺഗ്രസ്. കുട്ടനാടും പൂഞ്ഞാറും വിട്ടു നൽകണമെന്നും ആവശ്യം. ചങ്കും കരളും പറിച്ചു നൽകണമെന്ന് പറഞ്ഞാൽ സമ്മതിക്കാനാവില്ലെന്ന് മാണിയുടെ കട്ടായം. ചർച്ച വീണ്ടും തുടരും. ഡൽഹി ചർച്ച കഴിഞ്ഞ് മുഖ്യനും രമേശും സുധീരനും തിരിച്ചെത്തുന്ന മറ്റന്നാൾ അവസാനവട്ട ഉഭയകക്ഷി ചർച്ചകൾ. അങ്കമാലിയിൽ കൈവിടാതെ ജോണി നെല്ലൂരും ഇരവിപുരത്തിന് പകരമുള്ള മണ്ഡലത്തിൽ പിടിയയക്കാതെ മുസ്ലിം ലീഗും. വഴിമാറുന്ന അന്വേഷണം. കലാഭവൻ മണിയുടെ ദുരൂഹ മരണത്തിൽ കാക്കനാട് ഫോറൻസിക് ലാബിനെ അവിശ്വസിച്ച് പോലീസ്. പരിശോധനയ്ക്ക് അയച്ച രക്തസാമ്പിളുകളും ആന്തരാവയവങ്ങളും തിരികെ വാങ്ങി. വിദഗ്ധ പരിശോധന ഹൈദരാബാദിലെ ഫോറൻസിക് ലാബിൽ നടത്താനും തീരുമാനം. മണിയുടെ ശരീരത്തിൽ കീടനാശിനിയുടെ അംശം സ്ഥിരീകരിച്ചത് കാക്കനാട്ടെ ലാബിൽ നടത്തിയ പരിശോധനയിൽ. എന്നാൽ അമൃത ആശുപത്രിയിലെ ഡോക്ടർമാർ അന്വേഷണ സംഘത്തിന് നൽകിയ മൊഴി മണിയുടെ ശരീരത്തിൽ കീടനാശിനി ഉണ്ടായിരുന്നില്ലെന്ന്. പുതിയ നീക്കം മരണത്തെ ദുരൂഹമാക്കുന്ന മൊഴികളിലെ വൈരുദ്ധ്യം ഇല്ലാതാക്കാൻ. സഹായികളുടെയും സുഹൃത്തുക്കളുടെയും ചോദ്യം ചെയ്യലിൽ കാര്യമായ പുരോഗതി ഉണ്ടാകാത്ത സാഹചര്യത്തിൽ അന്വേഷണം കേന്ദ്രീകരിക്കുന്നത് മണിയുടെ ചികിത്സ സംബന്ധിച്ച്. പ്രതിഷേധത്തിനിടെ പരിശോധന. പത്താൻകോട്ട് ഭീകരാക്രമണം അന്വേഷിക്കുന്ന പാക് സംഘം വ്യോമതാവളത്തിൽ തെളിവെടുപ്പ് നടത്തുന്നു. തീവ്രവാദികൾ ഉപയോഗിച്ചിരുന്ന പാക് നിർമ്മിത ആയുധങ്ങൾ NIA അന്വേഷണ സംഘത്തിന് മുന്നിൽ ഹാജരാക്കി. ഭീകരരുടെ DNA സാമ്പിളുകളും ഇന്ന് കൈമാറും. പാക് ഉദ്യോഗസ്ഥർ സൈനിക ക്യാമ്പിൽ പരിശോധന നടത്തുന്നതിനെതിരെ പ്രതിഷേധവുമായി കോൺഗ്രസും ആം ആദ്മിയും. കരിങ്കൊടിയും പ്ലക്കാർഡുകളും ഉയർത്തി വ്യോമതാവളത്തിന് പുറത്തും പ്രകടനം. ഇനി ഇന്നത്തെ സ്വർണം വെള്ളി നിരക്കുകൾ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. സ്വർണം ഗ്രാമിന് 2645 രൂപ, പവൻ 21,160 രൂപ, വെള്ളി ഗ്രാമിന് 41 രൂപ. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് സ്വർണം വെള്ളി നിരക്കുകൾ നിങ്ങൾക്കായി അവതരിപ്പിച്ചത് ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, ഇന്ത്യ, UAE, ഒമാൻ, ബഹ്റൈൻ. ചെമ്മണ്ണൂർ ഇന്റർനാഷണൽ ജുവലേഴ്സ് കൗമുദി ഹെഡ്ലൈൻസ് പവർഡ് ബൈ ARMC സമാപിക്കുന്നു. അടുത്ത ഹെഡ്ലൈൻസ് 1 മണിക്കൂറിന് ശേഷം. നമസ്കാരം.